പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഈ ബൈബിൾ അനുദിന ജീവിതത്തിന് വേണ്ട സർവസ്വവും ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിത ജീവിത സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും ഒക്കെ എന്ത് തന്നെ ആയിരുന്നാലും നിർമ്മലമായ ഒരു ഹൃദയത്തോടെ നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനുമുള്ള ഉത്തരം ബൈബിളിലുണ്ട്. നമ്മൾ വേറെ ഇടങ്ങൾ തേടി അലയേണ്ടതില്ല. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഉൽപ്പത്തി 2:18. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുപോലെ സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-ാം വാക്യം മുതൽ, രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചം. ആ രണ്ടുപേരുടെ കൂടെ കർത്താവും കൂടെ പക്ഷം ചേർന്ന് കഴിയുമ്പോൾ ആ മുപ്പിരിച്ചരട് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതം തന്നെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ സർവവിധ പ്രലോഭനങ്ങൾക്കും വശംവദനാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രലോഭിക്കപ്പെടുന്നത് നമ്മൾ ഏകനായിരിക്കുമ്പോഴാണ്. കർത്താവ് പോലും ഏറ്റവും വലിയ പ്രലോഭനം നേരിട്ടത് യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് 40 രാവും 40 പകലും ഏകനായി ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സാത്താന്റെ പരീക്ഷണം കർത്താവ് തന്നെ നേരിടുന്നത്. അപ്പൊ നമ്മളൊക്കെ സാധാരണ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് നമ്മുടെ ഗുരു പോലും പരീക്ഷിക്കപ്പെട്ടത് ഏകനായിരുന്നപ്പോഴാണ് എന്ന തിരിച്ചറിവ് ഈ വക പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള വഴിയും നിർദ്ദേശിക്കുന്നു. ഏകനായിരിക്കുന്നത് നന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഒട്ടുമിക്ക എല്ലാവരും ഏകാന്തത അനുഭവിക്കുന്നവരാണ്. കാരണം വീടുകളുടെ വലിപ്പം കൂടി, ആളുകളുടെ എണ്ണം കുറഞ്ഞു. വീടുകളുടെ വിസ്താരം കൂടി, ആളുകളുടെ എണ്ണം കുറഞ്ഞു. മറ്റത് ഓരോ വീടുകളിലും 5ഉം 6ഉം ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഏകാന്തത എന്നുള്ള ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ നമ്മൾക്കായാലും നമ്മുടെ മക്കൾക്കൊക്കെ ആയാലും പാപം ചെയ്യുവാനുള്ള സാഹചര്യം അറിയാതെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഇത്രയും നോക്കിയാൽ മതി. ഒരു വീടിൻ്റെ മുകളിൽ ഒരു മുറി,
അവിടെ ഒരു മകനോ മകളോ അവൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ അവളുടെ പേഴ്സണൽ റൂമായിട്ട് അത് പതിച്ചെടുക്കുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ഒരു പിടിയും ഇല്ല. കൂട്ടത്തിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനുണ്ട്. അതില്ലെങ്കിൽ തന്നെ മൊബൈലിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. എങ്ങനെ വഴിതെറ്റിപ്പോയില്ല എന്ന്, അല്ലെങ്കിൽ എപ്പോൾ വഴിതെറ്റിപ്പോയില്ല എന്ന് നോക്കിയിരുന്നാൽ മതി. വലിയവരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. രണ്ടുപേരും ഓരോ മുറികളിൽ ചടഞ്ഞുകൂടിയിരുന്ന് അങ്ങനെ ഒരു ഏകാന്തത അനുഭവിക്കുകയാണ്. അപ്പോൾ പാപത്തെ ചെറുക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം ഒറ്റയ്ക്കിരിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുക, അതോടുകൂടെ കർത്താവിനെയും കൂട്ടുപിടിക്കുക. അപ്പോൾ ഈ മുപ്പിരിച്ചരട് പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പലപ്പോഴും എൻ്റെ വിശ്വാസമൊക്കെ കുറഞ്ഞു വരുമ്പോൾ പലരും അവരറിയാതെ തന്നെ എന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങളും. ഒരു സാഹചര്യം, എന്താ ഇപ്പൊ പള്ളിയിലേക്കൊന്നും കാണാറില്ലല്ലോ എന്ന ഒരു സ്നേഹത്തോടെയുള്ള ഒരു ചോദ്യം. ഇപ്പൊ വരാറില്ലല്ലോ, ആ ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പൊ ആ ചേട്ടൻ അല്ലെങ്കിൽ ആ സിസ്റ്റർ അറിയാണ്ട് അതിന്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. അവര് കാഷ്വലായിട്ട് പറയുന്നു, എന്ത് നിർത്തിക്കളഞ്ഞത്, ഇപ്പൊ കാണാറില്ലല്ലോ പള്ളിയില്, വാ. അപ്പൊ ആ ഒരു ക്ഷണത്തിന്റെ ബലത്തിൽ നമ്മൾ വീണ്ടും പോയി തുടങ്ങും. അതുപോലെ ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സാത്താനും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. വളരെ ബിസി ആയിട്ടിരിക്കുന്നതാണ് ആധ്യാത്മികമായി ഉയരാൻ സാധാരണ മനുഷ്യന് നല്ലത്. മറ്റുള്ളവരുടെ കൂടെ അത് ഒരു ഗ്രൂപ്പുകളാകാം, നല്ല ഗ്രൂപ്പുകളായിരിക്കണം. ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകളാകാം, സുഹൃത്തുക്കളാകാം, വീട്ടുകാരാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം, ജോലി സ്ഥലങ്ങളാകാം. ഇപ്പൊ വീട്ടിൽ തന്നെ ഇപ്പൊ മെയിനായിട്ടുള്ള പരിപാടി വർക്ക് ഫ്രം ഹോം ആണെങ്കിലും മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുക. ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ എനിക്ക് അവിടുത്തെ ആ റൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പോളിസി തന്നെ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, ആ വിശ്വാസം കളയരുത്, ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇന്റർനെറ്റിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ അശ്ലീല സൈറ്റിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ജോലി പോകും. അതും ബ്ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെയുള്ളൊരു നിയമം, ആരെങ്കിലും നിങ്ങളുടെ ക്യാബിനിലോട്ട് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ക്രീൻ മാറ്റരുത്. അത് പ്രദർശിപ്പിക്കാൻ യോഗ്യമായിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള സൈറ്റുകളൊക്കെ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് Naukri.com അങ്ങനെയുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പോയതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരേ ഒരു ഗോൾഡൻ റൂൾ, നിങ്ങൾ പോർണോഗ്രാഫി സൈറ്റിൽ പോകരുത്. പോയാൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ജോലി പോകും. അതേസമയം അതും ബ്ലോക്ക് ചെയ്തിട്ടില്ല, കാരണം നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെ അപൂർവതമുള്ള എല്ലാവരും ചെയ്യുക,
ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എല്ലാവരും കാണാവുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വയ്ക്കും. അപ്പോൾ ഒരാൾ ഡോർ കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കമ്പ്യൂട്ടറിൽ എന്ത് നടക്കണേന്ന് കാണാൻ പറ്റും. ഭയങ്കര നല്ല ഒരു എത്തിക്സ് ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു പോളിസി നല്ലതാണ്. ഒരിക്കലും പരമാവധി ഏകനായിട്ടോ ഏകയായിട്ടോ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കൂടെ ദൈവത്തിനെയും കൂട്ടുപിടിക്കുക. ഞാൻ ആ വചനം ഒരു പ്രാവശ്യം കൂടി വായിക്കാം. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-ാം വാക്യം മുതൽ. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കൂട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് വേഗം ഒട്ടുകയില്ല. അപ്പോൾ പരമാവധി മറ്റുള്ള വിശ്വാസികളൊക്കെയുമായി സഹകരിച്ച് അവരോടൊപ്പം വർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കൂട്ടത്തിൽ സർവേശ്വരനെയും നമുക്ക് കൂട്ടുപിടിക്കാം. പാപ സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാം. അപ്രകാരം നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതയോടെയും തീഷ്ണതയോടെയും നമുക്ക് വർത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും എല്ലാം ഇതുപോലെ ഏകാന്തതയുള്ള ഇടങ്ങൾ ലഭിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാം. ഈ ഒരു വിവേകത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. ആമേൻ.